പ്രാർത്ഥനാഗാനം ടോമി തോമസ് ആൻഡ് ടീം താളം ഫാമിലി ക്ലബ്. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, നിൻ കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ. സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ. നന്മയെങ്ങും വിതയ്ക്കുവാൻ, സ്നേഹസുധാ പകർന്നിടാൻ. നന്മയെങ്ങും വിതയ്ക്കുവാൻ, സ്നേഹസുധാ പകർന്നിടാൻ. പ്രത്യാശതൻ പ്രഭാരശ്മി ഹൃദയങ്ങളിൽ കളിക്കുവാൻ, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ശാന്തി തൻ നിശ്ചല നിർമ്മല നീരാഴി, നിർമ്മല നീരാഴി, നീരാഴി താന്ത ഹൃദയങ്ങൾക്കാശ്വാസധാരണി, ധാരണി ധാരണി ആശ്വാസധാരണി. കരളിന്റെ കരളില കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാന നിർച്ഛരി. കരളിന്റെ കരളില കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാന നിർച്ഛരി. കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ. സകല കലാ നിലയമേ, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ഫോപ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിലേക്ക് ഫോപ്മയുടെ സ്ഥാപക പ്രസിഡന്റായ മിസ്റ്റർ അജിത് പാലിയത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ അജിത് പാലിയത്ത്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അരൂർ MLA AM ആരിഫ്. അടുത്തതായി ചെങ്ങന്നൂർ MLA ആയ മിസ്റ്റർ വിഷ്ണുനാഥ്. പ്ലീസ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് ഫോപ്മയുടെ മെഗാ സ്പോൺസറായ മിസ്റ്റർ അലീഡ് ജോയ്, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ മിസ്റ്റർ ബിജോ. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നീന കുറുപ്പ്. Give a big clap.
ബ്രിട്ടീഷ് മലയാളിയെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ഷൈജിമോനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷൈജിമോൻ. സ്വാഗത പ്രസംഗത്തിനായി ഫോപ്മ ജനറൽ സെക്രട്ടറി മിസ്റ്റർ അജിമോൻ എടക്കരയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ ഒരു വർഷം മുമ്പ് ഫോക്മ രൂപീകൃതമായപ്പോൾ, അതായത് സാഹിത്യം, കായികം, കല, ഈ 3 വിഭാഗങ്ങളിലൂടെ ഒരു സാംസ്കാരിക സമന്വയം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു വർഷം മുമ്പ് ഫോക്മ നമ്മൾ രൂപീകരിച്ചപ്പോൾ ഒരു ചെറിയൊരു കമ്മിറ്റി കൂടി അന്ന് വന്ന ആൾക്കാരിൽ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ തിരഞ്ഞെടുത്ത് തീരുമാനിച്ചപ്പോൾ ആദ്യ വർഷം തന്നെ ഇങ്ങനെ ഒരു മഹത്തായ കലോത്സവം നടത്താമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. എങ്കിൽ പോലും നിങ്ങളെ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും സ്നേഹവും മാത്രമാണ് ഞങ്ങളെ ഇത്രയും വലിയൊരു ചുവടുവയ്പ്പിലേക്ക് നയിച്ചത്. അത് വിജയകരമാക്കി നടത്തിയതിന് നിങ്ങൾക്ക് സ്വാഗതം നന്ദി പറയുന്നു. ഒരിക്കലും നമുക്ക് സുപ്രീംകോടതി നമ്മുടെ ഇവിടെ വല്ല വലിയേട്ടന്മാരോട് മത്സരിച്ചുകൊണ്ട് ഇത്രയും വിപുലമായിട്ട് നമുക്കൊരു കലോത്സവം നടത്താൻ സാധിക്കും നമുക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങളുടെ ജനകീയമായ സപ്പോർട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു പങ്കാളിത്തമുള്ള ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഫോക്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്താം എന്ന് കമ്മിറ്റി തീരുമാനിക്കാൻ ഇടയായതും നമുക്ക് ദൈവാനുഗ്രഹം എന്ന രീതിയിൽ അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഗവൺമെൻറ് ചെലവിൽ, സർക്കാർ ചെലവിൽ തന്നെ നമുക്ക് നമ്മുടെ MLA അവർ എത്തിച്ചു തന്നിരിക്കുന്നു. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. വർഷങ്ങളായിട്ട് നമ്മുടെ ഷെഫീൽഡിൽ താമസിക്കുന്ന, വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല കലാകാരനും എഴുത്തുകാരനും വാഗ്മിയും ഒക്കെയായ അജിത് പാലിയത്തിനെ നമ്മുടെ നാഷണൽ കമ്മിറ്റിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഫോക്മ കുടുംബാംഗങ്ങളുടെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോ വിശിഷ്ടതയുടെ പേരിലും ഈ വേദിയിലേക്ക്, ഈ നമ്മുടെ ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി, നമ്മുടെ ഉദ്ഘാടകൻ എന്ന് നമുക്ക് പറയാം. നമുക്കിന്ന് 2 പേരാണ് ഉദ്ഘാടകൻ. ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഉദ്ഘാടകൻ എന്ന റോളിലേക്ക് നമുക്കിന്ന് 2 MLA-മാരെയാണ് കിട്ടിയിരിക്കുന്നത്. ചെങ്ങന്നൂർ MLA വിഷ്ണുനാഥ്, അതുപോലെ തന്നെ അരൂർ MLA ആരിഫ്. ബഹുമാനപ്പെട്ട വിഷ്ണുനാഥ് MLA-ക്ക് ഞാൻ ഈ വേദിയിലേക്ക് സാദരമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ അരൂർ MLA AM ആരിഫിനും കൃത്യമായ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, നമ്മുടെ ഫോക്മയുടെ ഓരോ കാൽവയ്പ്പുകളും, ഓരോ ചടങ്ങുകളും, ഓരോ പരിപാടികളും നമുക്കിവിടെ ജാതി, മത, രാഷ്ട്രീയ സംഘടന വേർതിരിവുകളില്ലാതെ മലയാളികൾ, കലാകാരന്മാരായ മലയാളികൾ എന്ന ഏക വിശ്വാസത്തിൽ മലയാളികൾ ആരാണോ അവർക്ക് ഇവിടെ പങ്കെടുക്കാമായ രീതിയിൽ നമുക്കിവിടെ വിലക്കുള്ള ബാനുകൾ നമ്മുടെ പോസിറ്റീവ് പറയുന്ന രീതിയിൽ അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. അവർ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് സംഘടന പ്രവർത്തി ആയിക്കോട്ടെ, അവർ മലയാളിയാണോ, അവർ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് കല പ്രകടിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് അവർ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കിന്നിവിടെ നമ്മുടെ ഉദ്ഘാടന വേളയിലും ഈ വേദിയിൽ നോക്കുകയാണെങ്കിൽ കാണാം, നമുക്ക് യാതൊരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെയുണ്ട്. വിഷ്ണുനാഥ് ആണെങ്കിൽ നമ്മുടെ നാട്ടില് വലതുപക്ഷത്തിന്റെ ഒരാളായ വക്താവാണ്, ആരിഫ് ആണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളാണ്. തോളോട് തോൾ ചേർന്നിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സും UKKC എന്ന് പറയുന്ന പ്രബല സമുദായ സംഘടനകളും കലാകാരന്മാരും, അങ്ങനെ നമുക്കൊരു മഴവില്ല് പോലെ, 7 നിറങ്ങളുള്ള മഴവില്ല് പോലെയുള്ള മനോഹരമായ ഒരു മഴവില്ലുകാരനോട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സാഹിത്യത്തിലേക്ക് പോകുന്നില്ല. അടുത്തതായി സ്വാഗതം പറയാൻ ആഗ്രഹിക്കുന്നത് UK-യിൽ നമുക്കേവർക്കും വർഷങ്ങളായി പരിചയമുള്ള നമ്മുടെ സ്വന്തം ഹരിയേട്ടൻ എന്ന് പറയുന്ന ഹരിദാസ് ഏട്ടനെയാണ്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ സഹായിക്കുന്ന ഹരിയേട്ടൻ ഹിന്ദു ഐക്യവേദിയുടെ കോർഡിനേറ്റർ കൂടിയാണ്. ഹരിയേട്ടനെ ഞാൻ ഫോക്മയുടെ ഓരോ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ ന്യൂ ജനറേഷൻ പ്രവാസികളിലെ ഒരു പുതിയ ഫിലിം പ്രൊഡ്യൂസറായ ജേക്കബ് കോയിപ്പുറത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിൽ 2-3 ആൾ കൂടിയുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് വെറുതെ ഒരു സ്വാഗതമോ വെറുതെ ഒരു നന്ദിയോ പറഞ്ഞോ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോക്മ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആദ്യമായി ജനഹൃദയങ്ങളിലേക്ക് നമ്മുടെ ആശയം എത്തിക്കുവാൻ നമ്മളെ സഹായിച്ചത് ഫോക്മയുടെ മീഡിയ പാർട്ണറായ ബ്രിട്ടീഷ് മലയാളിയാണ്. ഇന്ന് ബ്രിട്ടീഷ് മലയാളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെസിഡന്റ് എഡിറ്റർ
നമ്മുടെ ഷൈജുമോൻ ഇവിടെയുണ്ട്. ഷൈജുമോനെയും ഈ വേദിയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടി നിങ്ങൾക്കേവർക്കും നമ്മുടെ നാഷണൽ കമ്മിറ്റി അംഗങ്ങൾക്കും റീജിയണൽ കോർഡിനേറ്റേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ കലോത്സവ കൺവീനർമാർക്കും കലോത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിച്ച മനമയക്കുന്ന പരിപാടികൾ അവതരിപ്പിച്ച സ്റ്റോക്കോണ്ടിലെ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ ഇന്നിവിടെ മത്സരാർത്ഥികളായി UK പല ഭാഗത്തും നമുക്കറിയാം ഇപ്സിവിച്ചുകാർ വന്ന് രാവിലെ 4 മണിക്ക് ഒരു ബസ്സിൽ റെഡിയായിട്ട് 4 മണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഏറ്റവും ദൂരത്തിൽ നിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്ത് UK അങ്ങോളം ഇങ്ങോളം ബ്ലാക്ക് പൂളിൽ നിന്ന് അതുപോലെ ബ്ലാക്ക് പൂൾ കിടക്കുന്ന നോർത്തിൽ അങ്ങേറ്റത്ത് ഇപ്സിവിച്ച് കിടക്കുന്ന സൗത്തിൽ അങ്ങേറ്റത്ത് അങ്ങനെ UK എല്ലാ ഭാഗത്തു നിന്നും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാർക്കും കൊച്ചു കലാകാരികൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ അജിമോൻ എടക്കര. അടുത്തതായി പ്രസിഡൻഷ്യൽ സ്പീച്ചിനായി മിസ്റ്റർ അജിത് പാലിയത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല ഒരു കൈയടി കൊടുക്കൂ. കം ഓൺ. വേദിയിലിരിക്കുന്ന പ്രിയ വിശിഷ്ട വ്യക്തികളെ, അതിലേറ്റവും കൂടുതൽ എനിക്ക് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു വ്യക്തി ഈ സ്റ്റേജിലിരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ കോളേജ് ജീവിതത്തിലെ മെൻറ്ററുമായ മിസ്റ്റർ AM ആരിഫ് MLA. എൻ്റെ കോളേജ് ജീവിതത്തിലെ ഊർജവും ഉണർവും പ്രവർത്തനത്തിന് തരുവാനായിട്ട് ആരിഫ് സാറ് കാണിച്ച ഉത്സാഹം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ വിഷ്ണുനാഥ് MLA ഉണ്ട്, അതുപോലെ ഹരിയേട്ടൻ, അങ്ങനെ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഉദ്ഘാടനം എന്നുള്ളൊരു വസ്തുത ഏറ്റവും തുടക്കത്തിൽ തന്നെ ചെയ്ത് പല സംഘടനകളും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും ലോക മലയാളികൾക്ക് മുമ്പിൽ വളർന്നു വരുമ്പോൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി അതിലൂടെ വളർന്ന് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു സംഘടന ഫോബ്മ എന്ന സംഘടനയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വരുവാനും നിങ്ങളെ സേവിക്കുവാനും ഇടയാക്കിയതിന് ഞാൻ ജഗദീശ്വരനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിനേക്കാളുപരി ഈ നന്ദി ഈ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ സംഘടന ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ലായിരുന്നു. നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തന്ന സഹകരണവുമാണ് ഈ ഒരു സംഘടനയെ ഇന്ന് ഇത്രത്തോളം വലുതാക്കിയത്. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കാര്യം നമ്മളുടെ പരിപാടികൾ ഇനിയും തുടരാനുണ്ട്. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഇടം നേടിയ ഈ ഒരു പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ ഒരു മാധ്യമം നമ്മുടെ ഇടയിലുണ്ട്. വളരെ പ്രശസ്തമായ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന മാധ്യമം. ഈ മാധ്യമത്തിൻ്റെ പ്രേരണശക്തിയാൽ അതിൻ്റെ സഹകരണത്താൽ വളർന്ന് പന്തലിച്ച ഫോബ്മ എന്ന് പറയുന്ന ഈ സംഘടന ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളർത്തും എന്നുള്ള വിശ്വാസത്തിൽ, എന്നുള്ള ആത്മസംതൃപ്തിയിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ അജിത് പാലിയത്ത്. അടുത്തതായി ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി, ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാരായ മിസ്റ്റർ AM ആരിഫിനെയും മിസ്റ്റർ വിഷ്ണുനാഥിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.
കമ്മിറ്റി അംഗങ്ങളെയും റീജിയണൽ കമ്മിറ്റി അംഗങ്ങളെയും സോണൽ കമ്മിറ്റി അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Give a big clap. Mr. Ajit Paliyat. അടുത്തതായി ഹരിയേട്ടൻ ദീപം തെളിക്കുന്നു. മിസ്റ്റർ റോയ് കുന്നേൽ. Give a big clap, please. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട MLA AM ആരിഫിനെ ക്ഷണിക്കുന്നു. ഫോഗ്മയുടെ പ്രസിഡൻറ്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ അജിത്ത്, കേരള നിയമസഭയിലെ ഏറ്റവും സമർത്ഥനായ ചെറുപ്പക്കാരനായ MLA, എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ PC വിശ്വനാഥ്, മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ കലാകാരി, അനുഗ്രഹീത കലാകാരി നീനാക്കുറുപ്പ്, ഞങ്ങളിവിടെ എത്തുന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് ഫോഗ്മയുടെ ഭാരവാഹികൾ ഞങ്ങളെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചത്. ഇന്നലെ 7-ാം തീയതി പ്രോഗ്രാം, ഞങ്ങളുടെ ഒഫീഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ് 8ഉം 9ഉം തീയതികളിൽ ലണ്ടൻ പ്രദേശങ്ങളെല്ലാം ഒന്ന് കാണുക എന്നായിരുന്നു ഞങ്ങളുടെ പരിപാടി. അതിനിടയിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാം നാട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇന്നത്തെ പ്രോഗ്രാം ഉച്ചയ്ക്ക് വെച്ച് ഞങ്ങൾ കട്ട് ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ പ്രോഗ്രാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്രയും അര ദിവസം കംപ്ലീറ്റ് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊന്നും കാണാതെ ഇങ്ങനെ പ്രോഗ്രാമിന് പോകേണ്ടി വരുന്നല്ലോ എന്നുള്ള ഒരു ചെറിയ വിഷമം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു നഷ്ടം. പിന്നെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വളരെ അകലത്തിൽ താമസിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ ഇവിടെ വന്നപ്പോൾ കാണാനും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ കലാലയങ്ങളിൽ, കേരളോത്സവങ്ങളിൽ, നാട്ടിൻപുറങ്ങളിലെല്ലാമുള്ള മത്സരങ്ങളിലെല്ലാം കാണാനും പങ്കെടുക്കാനും ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്ന അതേ ഭംഗിയോടുകൂടി, അതേ നിലവാരത്തിൽ, അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഇവിടെ നിങ്ങൾ ഉജ്ജ്വലമായ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനക്കൊടി ഉയർത്തിപ്പിടിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ദേശീയ പതാകയും കൊണ്ടുള്ള നമ്മുടെ കൊച്ചു കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി വളരെ വളരെ ഹൃദ്യമായിരുന്നു. ഒരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ബ്രിട്ടീഷ് മലയാളി അസോസിയേഷൻ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിലും ഒത്തുചേരുന്നതിലും സന്തോഷം പങ്കിടുന്നതിലും മാത്രമല്ല, നാട്ടിലെ അശരണരായ, ആലംബഹീനരായിട്ടുള്ള, രോഗികളായ, പാവപ്പെട്ടവരായ ഒരുപാട് പേരെ ബ്രിട്ടീഷ് മലയാളി സഹായിക്കുന്നുണ്ട്. ആ വലിയ സഹായം
നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സന്തോഷമാണ് പകരുന്നത്. ഇവിടെ അവതരിപ്പിച്ച് സമ്മാനം നേടുന്നതിൽ മാത്രമായി അതിൻ്റെ വിജയത്തെ നിങ്ങൾ കാണേണ്ടതില്ല. സമ്മാനം നേടുകയും നേടാതിരിക്കുകയുമല്ല, ഇവിടെ പങ്കെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയത്. അങ്ങനെ പങ്കെടുക്കുകയും പരിപാടിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നീനാക്കുറുപ്പും കിഷോർ വർമ്മയും ഷേഖയും മനോജും ഒക്കെ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരോടൊത്ത് സമയം പങ്കിടാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല പരിപാടിയിൽ പങ്കെടുക്കാൻ, ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ ഹൃദ്യമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മിസ്റ്റർ വിഷ്ണുനാഥ് MLA നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായി. അധ്യക്ഷൻ ശ്രീ അജിത്ത്, എൻ്റെ സ്നേഹിതൻ ശ്രീ AM ആരിഫ് MLA, ശ്രീ ഹരിദാസ് ചേട്ടൻ, ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ശ്രീ ഷാജൻ സ്കറിയ, ബ്രിട്ടീഷ് മലയാളിയുടെ പ്രിയപ്പെട്ട അദ്ദേഹം വിളിച്ചിട്ട് ഇവിടെ ഫോപ്മയുടെ ഒരു വാർഷിക കലാമേള, ഈ ഒരുപാട് മേഖലയിലെ റീജിയണൽ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഫൈനൽ മത്സരം ഇവിടെ നടക്കുകയാണ്, അതിൽ പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ആവശ്യപ്പെടുകയും ഞങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആരിഫ് പറഞ്ഞതുപോലെ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങാണ് എന്ന് ക്ഷണിക്കുന്ന അവസരത്തിൽ അറിയില്ലായിരുന്നു. സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് ആദ്യ വർഷം തന്നെ ഇത്ര നന്നായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഫോപ്മയ്ക്ക് തുടർന്നുള്ള വർഷങ്ങളിലും ഇവിടുത്തെ മലയാളി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന അവസരത്തിൽ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഫോറിൻ സെക്രട്ടറിയുടെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ചില കാര്യങ്ങളെങ്കിലും ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു. ഒന്ന്, വിസ സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ വിസയ്ക്ക് അവിടെ ഉണ്ടാകുന്ന കോൺസുലേറ്റ് ഉണ്ടാകുന്ന കാലതാമസങ്ങൾ തുടങ്ങിയ ചെറുതെങ്കിലും പക്ഷേ വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടൊക്കെ ഇനി ഫോളോ അപ്സിൽ കൂടി ഉണ്ടാകേണ്ടതാണ്. ഫോപ്മയും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം പ്രവാസികളുടെ വോട്ടവകാശം ഇപ്പോഴും അതങ്ങോട്ട് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ഗവൺമെൻറ് ആരംഭിച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് പ്രവാസികളുടെ വോട്ടവകാശം യാഥാർത്ഥ്യമാകും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കൂടുതലായി നിങ്ങൾക്കെല്ലാം നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് ഇടപെടാൻ ഒരവസരം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും നാട്ടിൽ വരണം. നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിലും നടക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, സമീപനത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ നാട് വളരെ പോസിറ്റീവായി മാറുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടേക്ക് വരണം, നാട്ടിലെ നന്മകളിൽ പങ്കാളികളാകണം. ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മറ്റ് പ്രാസംഗികരെല്ലാവർക്കും ഒരല്പസമയം സംസാരിക്കണം. പിന്നെ ഇനിയുള്ള ഞാൻ 2-3 ഒരു സിനിമാറ്റിക് ഡാൻസ് നടക്കുമ്പോഴാണ് ഞങ്ങൾ വന്നത്, ഇനിയുണ്ട്. പിന്നെ ഇതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ഫോപ്മ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരുപാട് നല്ല കുട്ടികൾ, നല്ല കഴിവുള്ള, ഞങ്ങൾ അവരുടെ കഴിവ് കാണാൻ കുറച്ച് സമയം അവസരം ഉണ്ടായി. അപ്പോൾ അവർ നല്ല ഒരുപാട് പേരൻസൊക്കെ 2 പേർക്ക് ജോലിയൊക്കെ ഉള്ള പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെല്ലാം പരിശീലിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എവിടെയാണ് അവരുടെ ഈ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത്. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ ഈ ഒരു അവസരം കിട്ടി ഇതുകൊണ്ട് ഒരു എത്തിയ സ്ഥലത്ത് പെർഫോം കഴിയാൻ പറ്റിയതാണ്. അപ്പോൾ ഓരോ രംഗത്തും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്.
നാളെ നല്ല അഭിനേതാക്കളും പാട്ടുകാരും ഒക്കെ ആകാൻ കഴിയുന്നവർ. അവർക്ക് നിങ്ങളുടെ പേരൻസിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നാട്ടിലെ ജീവിതം പോലെയല്ല, ഇവിടുത്തെ ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിക്കുന്നു എന്നുള്ളത് പേരൻസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇതൊരു കലാമത്സരങ്ങളുടെ ഫൈനൽ ആയതുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ചു പോകുന്നത് ബോറാകും എന്നുള്ളതുകൊണ്ട് ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടി എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഒരു കണ്ടീഷനുള്ളത്, ഈ പാട്ട് കഴിഞ്ഞാലും എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ പാടുന്ന പാട്ട് സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളത് വേറെ രൂപത്തിലായിരിക്കും. പാട്ടുകാർക്കറിയാം മനോധർമ്മം ഉപയോഗിച്ച് ഞാൻ പാടിയതാണ് എന്ന് കരുതിയാൽ മതി. ആ വെള്ളം സ്വല്പം, പാട്ട് പാടുന്നതിന് മുമ്പേ ഞാൻ വെള്ളം കുടിക്കും. ഒരു 4 വരി കൂടുതൽ പാടാൻ എനിക്കറിയില്ല. 2 വലിയ പാട്ടുകാരും നല്ല ഒന്നാന്തരം ഒരു അഭിനേത്രി ഇവിടെയുണ്ട്. അവരെ എൻ്റെ പാട്ടിനോട് ക്ഷമിക്കും പൊറുക്കും എന്നൊക്കെ ഞാൻ കരുതുകയാണ്. പ്രഭാവർമ്മ സാർ എഴുതിയ മനോഹരമായ ഒരു 4 വരി ഉണ്ണിമേനോനാണ് പാടിയത്. അദ്ദേഹം ആ സിനിമയിൽ പാടി അഭിനയിച്ചതാണ്. സിനിമ അധികം ആരും കണ്ടില്ലെങ്കിലും നല്ല സിനിമയായിരുന്നു ശരത്തിൻ്റെ. അതിലെ 4 വരി മാത്രം ഞാൻ പാടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ടാണ്. ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ പറയൂ നീ പറയൂ. അടിപൊളി അടിപൊളി അടിപൊളിയേ. താങ്ക് യു സോ മച്ച്. നല്ല ഗാനമായിരുന്നു. എല്ലാവരെയും അദ്ദേഹം കയ്യിലെടുത്തു. നല്ലൊരു കൈയടി കൊടുക്കൂ. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നീന കുറുപ്പിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും നാട് വിട്ട് കൂടുവെച്ച പ്രിയപ്പെട്ട UK മലയാളികൾക്കും എൻ്റെ നമസ്കാരം. It's always a great honor to be a part of any celebration. അത് എൻ്റെ സ്വന്തം നാട്ടുകാർ മറ്റൊരു രാജ്യത്തിൽ വന്നിട്ട് ഉണ്ടാക്കിയൊരു കൂട്ടായ്മയുടേതാവുമ്പോൾ ആ സെലിബ്രേഷൻ അല്ലെങ്കിൽ ആ സന്തോഷത്തിന് ഒരു ഡബിൾ ഡോസ് ഉണ്ട്. അതിന് I should thank the organizers for inviting me here. ഞങ്ങൾ വേറൊരു പ്രോഗ്രാമിനായിരുന്നു വന്നത്. ഞാനും ഷെയ്ഖും കിഷോറും ഒക്കെ മറ്റൊരു പ്രോഗ്രാമിനാണ് വന്നത്. ഇവിടെ പല മലയാളികളും കലാകാരന്മാരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മലയാളിയുടെ കയ്യൊപ്പ് അല്ലെങ്കിൽ ഒരു ഒപ്പിൻ്റെ ബലത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. യെസ്, നമ്മുടെ ഹരിയേട്ടൻ്റെ ഒപ്പിൻ്റെ ബലത്തിലാണ് ഞങ്ങളും വന്നിരിക്കുന്നത് ഇവിടെ. ഒരു പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ 10 മണിക്കാണ് സ്റ്റാർട്ട്. 2 ദിവസമായി UK എത്തിയിട്ട് 10 മണിക്ക് ബോൺമൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സൗത്താംപ്ടണിൽ പോയി, അവിടുന്ന് കെറ്ററിങ്ങിലെത്തി, പിന്നെ നോട്ടിംഗ്ഹാമിൽ വന്ന് അവിടെ നിന്നാണ് ഇവിടെ എത്തുന്നത്. ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്റർ ജോബി പറഞ്ഞു, UK ഒരു ചെറിയ സ്ഥലമാണ്, ഫ്രം 1 കോർണർ ടു ദി അതർ കോർണർ എത്താൻ 1 ദിവസത്തെ സമയം മതി. അപ്പം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കേട്ടു, UK പല ഭാഗത്തു നിന്നുള്ള മലയാളികളാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ. പക്ഷേ എത്രയോ മലയാളികളുള്ള ഇതുപോലെ ഒരു രാവിലെ തുടങ്ങിയാൽ
രാത്രിയാകുമ്പോഴത്തേക്കും എത്തേണ്ട ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക്. പക്ഷേ ഇതുപോലെ കൂട്ടായ്മകളൊന്നും കേരളത്തിൽ കാണാറില്ല. ചിലപ്പോൾ കൂടുതൽ മലയാളികൾ ഉള്ളതുകൊണ്ടായിരിക്കാം, ഇവിടെ കുറച്ച് മലയാളികൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയ്ക്കും സ്നേഹവും കൂട്ടായ്മയും നിങ്ങൾക്കുള്ളത്. ഇത് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നീന. ഫിലിം പ്രൊഡ്യൂസറായ മിസ്റ്റർ ജേക്കബ് കോയപ്പുറം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ദിനത്തിൽ നമ്മുടെ കുട്ടികളോട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അദ്ദേഹം പുതിയതായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ എല്ലാവരുടെയും പേര് പലപ്പോഴും നമ്മൾ കേട്ടു, നമുക്കെല്ലാം സുപരിചിതരാണ്. അവരുടെ പേരുകളൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. പിന്നെ പ്രഗത്ഭരായ നമ്മുടെ സംഘാടകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഫോഗ്മ എന്ന് പറയുന്ന സംഘടന ഒരു സംഭവമാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഒരു പ്രസ്ഥാനമാണ് എന്നെനിക്കിന്ന് മനസ്സിലായി. എല്ലാവരും കൈയടിച്ചേ. അധികമൊന്നും ഞാൻ പറയുന്നില്ല, വലിയ സന്ദേശങ്ങളും എനിക്ക് പറയാനില്ല. അത് പറയാനും അത് കേൾക്കാനുള്ള ഒരു സമയവും നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ല ആശംസ ഈ ഫോഗ്മയ്ക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫോഗ്മ വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ കൾച്ചറും നമ്മുടെ ആ ഒരു കേരളത്തിലെ ആ ഒരു തനതായ സംസ്കാരവും ഒക്കെ പഠിക്കുവാനുള്ള ഒരു നല്ല വേദിയാണ് എന്ന് തീർച്ചയായും നിങ്ങൾക്കും എനിക്കും അറിയാം. അപ്പോൾ ഇത് വരുന്ന വർഷങ്ങളിലും വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയായി നമ്മുടെ കൾച്ചർ ഒരിക്കലും മറക്കാതെ അത് പഠിച്ചു വരുവാനുള്ളൊരു വേദിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ മാനേജിങ് പാർട്ണറായി ഞങ്ങളൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂ പ്ലാനറ്റ് ഇൻ്റർനാഷണൽ എന്നാണ് കമ്പനിയുടെ പേര്. ഞാനതിൻ്റെ മാനേജിങ് പാർട്ണറാണ്. ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട്, ഒരു ബിജു തോരണത്തേൽ ആൻഡ് ജോസ് മേലഡൂർ. ഞങ്ങൾ ഫിലിം പ്രൊഡക്ഷനും മറ്റ് പല ബിസിനസ്സും ഞങ്ങളിതിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷനായ ഓർമ്മയുണ്ടോ ഈ മുഖം ഞങ്ങൾ ഫൈനാൻഷ്യലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് അടുത്ത ആഴ്ച റിലീസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. വിനീത് ശ്രീനിവാസൻ്റെ വളരെ നല്ലൊരു ലവ് സ്റ്റോറിയാണ്, ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ് ഓർമ്മയുണ്ടോ മുഖം. തട്ടത്തിൻ മറയത്തിനെക്കാട്ടിലും ഒരു നല്ല റേറ്റിങ്ങിൽ നല്ലൊരു നിലവാരത്തിലേക്ക് ആ പടം വരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണവും പടത്തിനും ഞങ്ങളുടെ കരിയറിലും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളർന്നു വരുന്ന കുട്ടികൾക്ക് എനിക്ക് തരുവാനുള്ള ഒരു സന്ദേശം, തീർച്ചയായും ഞങ്ങളുടെ കൂടുതലായി ഞങ്ങളുടെ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ആ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങളെ പലരെയും കാസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഭാഗ്യവരാണ്. കാരണം ഫോഗ്മ മാതിരി ഒരു ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ നിങ്ങളുടെ എല്ലാവരുടെയും ശക്തിയാണ്. മറുനാടൻ മലയാളികളുടെ കഴിവുകൾ പല സ്റ്റേജുകളിലായി പുറത്തു കൊണ്ടുവരാൻ ഫോഗ്മ ചെയ്യുന്ന ഓരോ വേദിയും ഓരോ വിരുന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാനും ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. ആദ്യമേ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത്രയും നേരം നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും അതുപോലെ തന്നെ ആ പിള്ളേരെല്ലാം ഒരുക്കി റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ പങ്കെടുപ്പിക്കുകയും ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം എനിക്കറിയാം UK-യിലെ നമ്മുടെ ജീവിതം എത്രത്തോളം ബിസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയിൽ ശരിക്കും ഞാണിമൽക്കളി കളിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെ വന്ന് ഇതുപോലെ പങ്കെടുക്കുകയും എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹകരിക്കുന്നതിന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോഗ്മയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. UKKCയുടെ പേരിൽ ഫോഗ്മയുടെ ഫ്യൂച്ചർ എല്ലാ പരിപാടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Mr. Roy Kunnel.